ഈ വർഷം നടന്ന ICCയുടെ T20 ലോകകപ്പ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തി ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഋഷഭ് പന്തിനും നിർണായക വാക്കുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ T20 നായകൻ രോഹിത് ശർമ്മ. പരാജയത്തിന്റെ വക്കിൽ നിന്നും ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിച്ചതിൽ ഋഷഭിന്റെ പങ്ക് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. T20 ലോകകപ്പിൽ ഇന്ത്യൻ വിജയത്തിൽ പങ്കാളികളായ ടീമംഗങ്ങളായ സൂര്യകുമാർ യാദവ്, അക്ഷർ പട്ടേൽ, അർഷദീപ് സിംഗ്, ശിവം ദുബെ എന്നിവർക്കൊപ്പം കപിൽ ശർമ്മ ഷോയിൽ അതിഥിയായി വന്നപ്പോഴായിരുന്നു രോഹിത് മനസ്സ് തുറന്നത്. ഇന്ത്യൻ കുപ്പായത്തിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ T20 കൂടിയായിരുന്നു ലോകകപ്പ് ഫൈനൽ. കിരീട വിജയത്തിന് പിന്നാലെ T20യിൽ നിന്നും രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബ്രിഡ്ജ്ടൗണിൽ ആവേശകരമായി നടന്ന കലാശ പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ സൗത്ത് ആഫ്രിക്കയ്ക്ക് അവസാനത്തെ 5 ഓവറിൽ ജയിക്കാൻ 30 റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഈ സമയത്താണ് ഋഷഭ് പന്ത് പേശിവിളിവ് കാരണം ഗ്രൗണ്ടിൽ ഇരുന്നത്. തുടർന്ന് ടീം ഫിസിയോ ഗ്രൗണ്ടിലേക്ക് വരികയും മത്സരം അല്പസമയം തടസ്സപ്പെടുത്തുകയും ചെയ്തു. കളി പുനരാരംഭിച്ച ശേഷം സൗത്ത് ആഫ്രിക്കയുടെ നേരത്തെയുള്ള താളം നഷ്ടമാവുകയും വിക്കറ്റുകൾ കൈവിട്ട് തോൽവിയിലേക്ക് വീഴുകയും ചെയ്തു. ഫൈനലിൽ സൗത്ത് ആഫ്രിക്കൻ ടീം റൺ ചേസിൽ വിജയത്തിലേക്ക് മുന്നേറവേ ഞങ്ങൾ ശരിക്കും ഭയപ്പെട്ടിരുന്നുവെന്നും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നുവെന്ന് രോഹിത് വെളിപ്പെടുത്തി. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരുപാട് വിക്കറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു. മാത്രമല്ല സെറ്റായ ബാറ്റർമാരാണ് അപ്പോഴുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ടെൻഷൻ അനുഭവപ്പെടാനും തുടങ്ങിയെന്ന് മാത്രമല്ല നല്ല ഭയവും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത്തരമൊരു സന്ദർഭത്തിൽ ക്യാപ്റ്റന് ശക്തമായ മൂവ്മെന്റ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത് ആർക്കും അറിയില്ല. ജയിക്കാൻ 24 പന്തിൽ 26 റൺസ് വേണമെന്നിരിക്കെ ഋഷഭ് പന്തിന്റെ തലച്ചോറിൽ ഒരു വമ്പൻ ബുദ്ധി ഉദിക്കുകയും കാൽമുട്ടിന് വേദന അനുഭവപ്പെട്ടതോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു. ആ ഭാഗം കെട്ടാനായി ടീം ഫിസിയോ അടക്കം വരികയും ഉണ്ടായി. ക്രീസിലുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാർ അപ്പോൾ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ബോളുകൾ എറിയാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു. കാരണം ബാറ്റിംഗിലെ ഒഴുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിനും ഞാൻ വൈകിപ്പിച്ചു. ബൗളറുമായി സംസാരിക്കുന്നതിനിടെയാണ് ഋഷഭ് പന്ത് ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് കണ്ടത്. ഫിസിയോയും അപ്പോഴേക്കും അവിടെ വന്നു. എത്രയും പെട്ടെന്ന് കളി പുനരാരംഭിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു ക്ലാസൻ. ഇതാണ് ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെയുള്ള രഹസ്യമെന്നാണ് രോഹിത് വെളിപ്പെടുത്തിയത്. ചിലപ്പോൾ അതുമായിരിക്കാം ഋഷഭ് പന്തിന്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യം വിജയിക്കുകയും ചെയ്യുന്നതെന്ന് രോഹിത് പറഞ്ഞു. ഹാർദിക് എറിഞ്ഞ 17-ാം ഓവറിൽ ആദ്യ പന്തിൽ തന്നെ ക്ലാസൻ ഔട്ടായി. 27 പന്തിൽ 52 റൺസാണ് ക്ലാസൻ അടിച്ചു കൂട്ടിയത്. ക്രീസിൽ നിന്നിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്ക അനായാസ വിജയം നേടിയ. എന്നാൽ ഓഫ് സ്റ്റമ്പിന് പുറത്തുപോയ പന്ത് ക്ലാസൻ ഷോട്ട് വെച്ച് ഔട്ടാവുകയായിരുന്നു. എഡ്ജായപ്പോൾ അനായാസം ഋഷഭ് പിടിക്കുകയും ചെയ്തു. ഇതോടെ 177 റൺസ് വിജയലക്ഷ്യം തുടർന്ന സൗത്ത് ആഫ്രിക്ക 8 വിക്കറ്റിന് 169 റൺസുമായി മത്സരം ഇന്ത്യക്ക് മുന്നിൽ അടിയറ പറയുകയും ചെയ്തിരുന്നു.